അള്ളാഹുവിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ സ്വർഗ ആരാമത്തിലും നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ആയുസ്സിലെ മറ്റൊരു റമളാനിൽ പങ്കെടുക്കുവാനും ആ റമളാൻ പൂർത്തീകരിക്കുവാനും ഈദുൽ ഫിത്തർ ആഘോഷിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഹത്തായ അനുഗ്രഹമാണ് നൽകിയിരിക്കുന്നത്. ഒരു മാസമകിലം വിശ്വാസി പൈശാചിക പ്രേരണകൾക്കെതിരെ നടത്തിയ അവിരാമമായ പോരാട്ടം അത് വിജയിച്ചു എന്ന് സ്വയം വിലയിരുത്തിക്കൊണ്ട് വിശ്വാസി നടത്തുന്ന സന്തോഷത്തിന്റെ ആഘോഷത്തിന്റെ ഉത്സവമാണ് ഈദ്. ഈദുൽ ഫിത്തർ പിശാചിന്റെ വേരോട്ടം ഇനി എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ നാട്ടിൽ ഞാനുള്ള വിശ്വാസിയുള്ള ഒരിടത്തും പൈശാചി വിളയാടുകയില്ല എന്ന് വിശ്വാസി പ്രഖ്യാപിക്കുകയും പ്രതിജ്ഞയെടുക്കുകയും ചെയ്യുന്ന ആഘോഷ സുദിനമാണ് ഈദ് എന്ന് ഈദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈദ് ആഘോഷിക്കുമ്പോൾ ഇസ്ലാമിന് ആഘോഷങ്ങളും ഉത്സവങ്ങളും അതിന്റെ എല്ലാവിധ സന്തോഷത്തിന്റെ സമ്മേളനങ്ങളും പരിപാടികളും ഒക്കെ വിലയിരുത്തലുകളാണ്. ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയത് ആടി തിമിർക്കുവാനല്ല, അല്ലെങ്കിൽ നിലവിലുള്ള ആധുനിക ലോകത്തിന്റെ ആഘോഷങ്ങൾ ആഭാസത്തിൻ്റെതാണ്, ആഡംബരത്തിൻ്റെതാണ്, ഇസ്ലാമിക വിരുദ്ധതയുടേതാണ്. പക്ഷേ ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുന്ന ആഘോഷം വിലയിരുത്തലിൻ്റെതാണ്, തഖ്വയുടേതാണ്, പ്രതിജ്ഞയുടേതാണ്. ഈ പ്രതിജ്ഞയും ഈ തഖ്വയും ഈ സൂക്ഷ്മതാബോധവുമൊക്കെ അടിയുറച്ച് നിർത്തണം. അതാണ് യഥാർത്ഥത്തിൽ ഈദ്ഗാഹിലൂടെ ഈദ് ആഘോഷത്തിലൂടെ വിശ്വാസി നേടേണ്ടത്. റമളാനിന്റെ 30 നോമ്പുകൾ നമ്മോട് വിട പറയുമ്പോൾ ഈദ്ഗാഹിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുകയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു പ്രാർത്ഥന നമ്മളെ നല്ലപോലെ ഈ അവസരത്തിൽ സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ ആലോചിക്കുവാനും പ്രേരിപ്പിക്കണം. പ്രാർത്ഥിച്ചു, ബഅദമൻ അദ്റക റമളാന ഫലൻ യുഗ്ഫറ ല. ആർക്കെങ്കിലും റമളാൻ ലഭിച്ചിട്ടും അവന്റെ പാപങ്ങൾ പൊറുക്കുന്നില്ല എങ്കിൽ കഷ്ടമാണ്, പ്രയാസമാണ് എന്ന് അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറഞ്ഞത് മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രാർത്ഥിച്ച മലക്കുകളിൽ ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമാണ്. 30 ദിവസം നോമ്പെടുക്കുകയും ഇഅ്തികാഫിരിക്കുകയും അതുമായി ബന്ധപ്പെട്ട ആരാധന കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ ജീവിതത്തിലെ മാറ്റങ്ങൾ സ്ഥായിയായി ജീവിതത്തിന്റെ എല്ലാ രംഗത്തും മരിക്കുവാനും നിലനിർത്തുവാൻ നമ്മൾ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഈ ആലോചന ഉണ്ടാകണമെന്നാണ് സഹോദരങ്ങളെ സൂചിപ്പിക്കുന്നത്. ആരാധനകൾ ലക്ഷ്യമല്ല ഇസ്ലാമിൽ. മുസ്ലിം സമൂഹത്തിന് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ആരാധനകളാണ് ലക്ഷ്യമെന്ന് മുസ്ലിം സമൂഹം ധരിച്ചുപോയി. ആരാധനകൾ ലക്ഷ്യമല്ല, മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള മാർഗമാണ്. നമസ്കരിക്കുന്ന ആളുടെ ജീവിതത്തിൽ തിന്മകൾ ഉണ്ടാകാൻ പാടില്ല. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം തീർച്ചയായും വിശ്വാസിയെ തിന്മകളിൽ നിന്ന്, മ്ലേച്ഛവൃത്തിയിൽ നിന്ന് തടയണമെന്ന് പറയുന്നു. അതേപോലെ നോമ്പ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നുവെങ്കിൽ അതിന് സ്വാഭാവിക താല്പര്യമായി നിങ്ങൾ മുത്തഖികളായി മാറണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ യഖ്ബലു മിനൽ മുത്തഖീൻ ഇന്നമാ യതഖബ്ബലു അല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖികളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ സ്വീകരിക്കുക. നമ്മൾ കഷ്ടപ്പെട്ട് അനുഭവിച്ച് നമ്മൾ എടുത്ത നോമ്പും നമ്മുടെ നമസ്കാരവും നമ്മുടെ കർമ്മങ്ങളും ഒക്കെ സ്വീകരിക്കാൻ മാത്രമുള്ള തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ റമളാനുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. തഖ്വ നേടി എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് റമളാനിലെ ഉഷാറ് കൊണ്ടല്ല. റമളാനിന് ശേഷം വരുന്ന 11 മാസം, അടുത്ത റമളാൻ വരെയുള്ള 11 മാസവും ഈ റമളാനിലെ ജമാഅത്ത് നമസ്കാരത്തിലെ സൂക്ഷ്മത, അതേപോലെ പള്ളിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ആ സജീവത, അതേപോലെ നമ്മുടെ സംസാരത്തിലും നമ്മുടെ നോക്കിലും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തുമൊക്കെ നമ്മൾ പുലർത്തിപ്പോരുന്ന ആ സൂക്ഷ്മതയുണ്ടല്ലോ, ആ സൂക്ഷ്മതാബോധം ഇനിയും വരുന്ന കാലങ്ങളിലും അതേപോലെ നമുക്ക് തുടരാൻ കഴിയുമെങ്കിൽ മാത്രമേ നമ്മുടെ റമളാൻ സ്വീകരിക്കപ്പെടുകയുള്ളൂ, നമ്മുടെ നോമ്പ് സ്വീകരിക്കപ്പെടുകയുള്ളൂ, നമ്മുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയുള്ളൂ. റമളാനിൽ നാം ചില നല്ല വിത്തുകൾ, നന്മയുടെ, സത്യത്തിന്റെ, നീതിയുടെ, ക്ഷമയുടെ, സഹവർത്തിത്വത്തിന്റെ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കരിപ്പിടിപ്പിക്കുവാൻ, നട്ടുപിടിപ്പിക്കുവാൻ
നമ്മൾ ശ്രമം നടത്തിയിട്ടുണ്ട്. അതിന് വിത്തും വളവും നൽകി അതിനെ വടവൃക്ഷമാക്കി വൻ വൃക്ഷമാക്കി മാറ്റുവാനുള്ള ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഒരു റമദാനിൽ എങ്ങനെയാണ് ഒരു വിശ്വാസി ഉണ്ടാവുക, അതേപോലെ റമദാൻ അല്ലാത്തപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാകും എന്ന് തീരുമാനിക്കുവാൻ ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് ആമുഖമായി എന്റെ സഹോദരന്മാരോട് സൂചിപ്പിക്കുവാനുള്ളത്. റമദാനിൽ കുറെ സ്വഭാവങ്ങൾ നാം ആർജിച്ചിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ അനുകമ്പ കാണിച്ച ആളുകളായിരുന്നു. പ്രവാചകൻ പഠിപ്പിച്ചു, പ്രവാചകൻ റമദാനിൽ കൊടുങ്കാറ്റിന്റെ വേഗതയിലാണ് പ്രവാചകൻ ചിലവഴിച്ചിരുന്നത്. അത്ര അല്ലെങ്കിലും ആ ഒരു മാനസികാവസ്ഥയിലേക്ക് മാറുവാൻ റമദാൻ എന്ന് പറയുന്നത് വാങ്ങലിന്റെ മാസമല്ല, കൊടുക്കലിന്റെ മാസമാണ്, പരിശീലിക്കലിന്റെ മാസമാണ്. സ്വന്തത്തേക്കാൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ഷഹ്റു സബ്രി വൽ മുസാവ എന്നാണ് റമദാനിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്. സഹവർത്തിത്വത്തിന്റെ, അനുകമ്പയുടെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ മാസമാണ് കഴിഞ്ഞുപോയത്. ഈ കാരുണ്യവും അനുകമ്പയും സ്നേഹവും ഒന്നും ഒരിക്കലും റമദാനിന് ശേഷവും നഷ്ടപ്പെട്ടുകൂടാ. അതുകൊണ്ട് പാവപ്പെട്ടവരിലേക്കും പ്രയാസപ്പെട്ടവരിലേക്കും നീണ്ട നമ്മുടെ കൈകൾ വീണ്ടും മടക്കി നമ്മുടെ പോക്കറ്റിലേക്ക് തന്നെ മടങ്ങാൻ പാടുള്ളതല്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങളുടെ കരങ്ങളെ നിങ്ങളുടെ പെരടികളിലേക്ക് നിങ്ങൾ കെട്ടിവെച്ചു പോകരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനുകമ്പയുടെയും സ്നേഹത്തിന്റെയും കൊടുക്കലിന്റെയും നിങ്ങളുടെ സ്വഭാവം അത് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കുവാൻ പാടുള്ളത് അല്ല. അത് നമ്മൾ ശീലിച്ചതാണ്. വിശ്വാസി എപ്പോഴും കൊടുക്കുവാൻ പ്രേരിപ്പിക്കുന്നവനാണ്. എന്നേക്കാൾ കൂടുതൽ അവരെ ഇഷ്ടപ്പെടുകയും ഞാൻ എന്ന ബോധത്തെക്കാൾ കൂടുതൽ നമ്മൾ എന്ന ബോധം, ഞാൻ എന്ന ബോധത്തെക്കാൾ കൂടുതൽ നിങ്ങൾ എന്ന ബോധം, അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ നമുക്ക് നൽകിയ മാസമാണ് നമ്മോട് വിട പറഞ്ഞത്. അതേപോലെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നമ്മൾ ചെയ്ത കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത് നമുക്ക് പരിശീലനമായിരുന്നു. സാധാരണ പട്ടാളക്കാർക്കും പോലീസുകാർക്കുമൊക്കെ പരിശീലനം ലഭിക്കാറുണ്ട്. ഒരു നിശ്ചിത കാലാവധിയിൽ 5-6 മാസം പരിശീലനം അവർക്ക് ലഭിക്കും. അതേപോലെ വിശ്വാസികളെ അല്ലാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ ഈമാനിന്റെ കരുത്തുള്ള ഈമാനുള്ള വിശ്വാസികളായി മാറ്റുവാൻ അല്ലാഹു നിശ്ചയിച്ച പരിശീലന കളരിയായിരുന്നു റമദാൻ. ഇനിയുമാണ് നമുക്ക് ലഭിച്ച ആ പരിശീലനത്തിന് കരുത്തുണ്ടോ ശക്തിയുണ്ടോ എന്ന് തെളിയിക്കപ്പെടേണ്ടത് നമ്മുടെ റമദാനിന് ശേഷമുള്ള മാസങ്ങളിലാണ്, ദിവസങ്ങളിലാണ്. ഇനിയും റമദാനിനെ പോലെയുള്ള സ്വഭാവങ്ങൾ വരും കാലങ്ങളിൽ നമുക്ക് തുടരുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ പരിശീലനം നമുക്ക് ഫലപ്രദമായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും എന്നിട്ട് അത് ജീവിതത്തിൽ പുലർത്താതിരിക്കുകയും ചെയ്ത ആളുകളെ കുറിച്ച് ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. വലാ തകൂനു കല്ലതീന ഖലത ഗസ്ലഹ മിൻ ബഅദി ഖുവത്തിൻ അൻഗാത. ഒരു പെണ്ണ് അവരുടെ എല്ലാ കഴിവും ഉപയോഗിച്ചുകൊണ്ട് ഒരു വസ്ത്രം നെയ്ത് പരിപൂർണമാക്കിയിരിക്കുന്നു. എന്നിട്ട് അത് അതിന്റെ പരിപൂർണ ഭംഗിയിലെത്തി കഴിയുമ്പോൾ അത് വലിച്ചു കീറി പിച്ചു ചീന്തി കളയുന്ന ഒരു പെണ്ണിനെ നിങ്ങൾ കാണുന്നില്ലേ? പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, റമദാനിൽ നോമ്പ് നോറ്റിട്ടുണ്ട്, റമദാനിൽ നമസ്കരിച്ചിട്ടുണ്ട്, ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, സാമ്പത്തിക കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ട്, കണ്ണിനെയും കാതിനെയും അവയവങ്ങളെയും ഒക്കെ പരമാവധി പടച്ചവന്റെ മാർഗത്തിലേക്ക് നയിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. റമദാനിന് ശേഷവും ഇതിനെയൊക്കെ നമ്മൾ ഒഴിവാക്കിയതിനെ പൂർവോപരി ശക്തിയോടുകൂടി തിരിച്ചു വന്നോട്ടെ എന്നാണ് നാം തീരുമാനിക്കുന്നത് എങ്കിൽ, നമ്മൾ പൊളിച്ചു മാറ്റിയത് വീണ്ടും പണിയുകയാണ് എങ്കിൽ, നമ്മൾ തകർത്തെറിഞ്ഞതിനെ വീണ്ടും കെട്ടിപ്പടുക്കുകയാണ് എങ്കിൽ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങളും ആ പെണ്ണിനെ പോലെയാണ്, നിങ്ങളും ആ പ്രവർത്തനം ചെയ്യുന്ന പണിതുണ്ടാക്കിയത് തല്ലിക്കെടുത്തുന്നവനെ പോലെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ആത്മാവില്ലാത്ത, ജീവിതത്തിൽ സ്വാധീനിക്കാത്ത പ്രവർത്തനങ്ങളെ കുറിച്ച് സൂറത്തുൽ ഫുർഖാനിൽ നാം പഠിച്ചു. ഫഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ സാലിഹിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. അല്ലാഹു നാളെ ആത്മാർത്ഥതയില്ലാത്ത, ഇഖ്ലാസില്ലാത്ത, നിയ്യത്തില്ലാത്ത, ജീവിതത്തിൽ ഒരു സ്വാധീനവും ചെലുത്താത്ത കർമ്മങ്ങൾ നാളെ പരലോകത്ത് വെച്ച് വാരി വിതറിക്കളയുമെന്ന്, ധൂളികൾ പോലെ ആക്കിക്കളയുമെന്ന്. നമ്മുടെ നോമ്പ് നാളെ പരലോകത്ത് പാറിക്കളിക്കാതിരിക്കണമെങ്കിൽ, നമ്മുടെ നമസ്കാരം നാളെ പരലോകത്ത് പറന്നു പോകുന്ന വിലയില്ലാത്തതായി മാറാതിരിക്കണമെങ്കിൽ, നമ്മൾ നമ്മുടെ നമസ്കാരത്തിനും നമ്മുടെ നോമ്പിനും നമ്മുടെ ഇബാദത്തിനുമൊക്കെ റമളാൻ ആനന്ദ